ഹലോ, കായ്പോള എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? അപ്പോൾ നമുക്കിന്നൊരു കായ്പോള ഉണ്ടാക്കി നോക്കിയാലോ? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കായ്പോള. ഒരു 2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മളിവിടെ ഈ കായ്പോള ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുമാണ് ഈ കായ്പോള. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ 4 കോഴിമുട്ട ഇതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ഇച്ചിരി ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ലൂസാവാതെ നമുക്ക് ഇത്തിരി പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക. അധികം ലൂസാവാൻ പാടില്ല. അപ്പം നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടി മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തേക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ കായ്പോള. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ പാൽ അതിൽ യൂസ് ചെയ്യുമ്പോൾ അധികം ലൂസാവാതെ നമ്മൾ നോക്കണം. ലൂസായാൽ നമുക്കിത് പോളയായിട്ട് കിട്ടൂല. അപ്പം നമ്മുടെ ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പഴം ഒന്ന് വഴറ്റിയെടുക്കാം. പഴുത്ത പഴമാണെങ്കിൽ കുറച്ച് നേരം വഴറ്റിയെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കോഴിമുട്ട ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം. അതിന് ശേഷം നമുക്കിതുപോലെ അണ്ടി മുന്തിരി ഒന്ന് അതിന് മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു 15 മിനിറ്റ് ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്, അപ്പോൾ നമുക്കിത് കരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ചെറുതായി ഒന്ന് ഫ്ലെയിം കുറച്ച്, എത്ര കുറക്കാൻ പറ്റുമോ അത്രയും കുറച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ കായ്പോളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. 2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് കൂടി ചെയ്യണേ.